പറയാൻ പറ്റുമെന്ന് അറിയില്ല. പറഞ്ഞോളാം, കുഴപ്പമില്ല. എന്താ കുഴപ്പമില്ല, പറഞ്ഞോ. ഒരു ഉറുമ്പിന് ഫ്യൂണറലൊക്കെ നടത്തിയിട്ടുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓർ ഇന്നസെന്റ് ക്വസ്റ്റ്യൻ യു ഹാഡ് ആസ് എ ചൈൽഡ്? ഭയങ്കര ചെറുതായിരുന്നു, ബട്ട് ഐ റിമെമ്പർ ഇറ്റ് വെരി ക്ലിയർലി. കുളിച്ച് കഴിഞ്ഞിട്ടേ നമ്മളിങ്ങനെ തോർത്തുമല്ലോ, തല തോർത്തിട്ടും. അപ്പോൾ then I used to get really confused. ആഫ്റ്റർ തോർത്തിയിട്ടും വെള്ളം മീൻസ് ബോഡിയൊക്കെ തോർത്തു, തല തോർത്തി, പിന്നെ ഇനി വെള്ളം എവിടുന്നാ വരുന്നത് എന്ന് ഭയങ്കര പക്ഷെ ഞങ്ങളിങ്ങനെ വെള്ളം തല ഉണങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളം പിന്നെ സോ ബട്ട് ഐ റിമെമ്പർ ഫോർ എ വൈൽ തിങ്കിങ് ഇതെന്താ ഇപ്പോഴും വെള്ളം വരുന്നത്, ഇതെന്താ പിന്നെ തോർത്തി കുറച്ച് കഴിഞ്ഞാലും വെള്ളം വരുന്നുണ്ടത്. ഐ റിമെമ്പർ ദിസ് ബീങ് എ ചെറുതിലായിരുന്നപ്പോൾ ഒരു ബിഗ് ഡൗട്ട്. ഇപ്പൊ ഉത്തരം കിട്ടിയിട്ടുണ്ട്. പറയാൻ പറ്റുമെന്ന് അറിയില്ല. പറഞ്ഞോളാം, കുഴപ്പമില്ല. എന്താ കുഴപ്പമില്ല, പറഞ്ഞോ. അല്ലേ, കർണാടകയില് കുറച്ച് ഈ കൂർഗ് ഭാഗത്താണ് എൻ്റെ പിന്നെ അമ്മാവനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ കോട കാണുന്നത് ഞാൻ അവിടെ പോയിട്ടാ. കോട അത് ആന അങ്ങനെയാണ് എൻ്റെ അമ്മാവൻ പറഞ്ഞത്. അതെന്റെ ഒരുപാട് കാലത്ത് എന്നാലും അങ്ങനെയൊക്കെ സംഭവിക്കോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട്. എന്താ അത് സാറില്ല, ഇത് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. മറ്റേ യൂറിനൽസ് ഉണ്ടാവുമല്ലോ, അപ്പൊ യൂറിനൽസില് നാപ്ലിൻ ബോൾസ് അല്ലേ ഇങ്ങനെ ഇടാറുണ്ടല്ലോ. എനിക്കപ്പോ എപ്പോഴും തോന്നുമായിരുന്നു ഇത്രയും മുട്ടായി ആരാ ഇതിനകത്ത് കൊണ്ട് കളഞ്ഞിട്ടുള്ളത്, ഇതെല്ലാം വെറുതെ വേസ്റ്റ് ആയി പോലും, എടുക്കാനും പറ്റില്ല. എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ഒരിക്കൽ പുറത്തിറങ്ങിയിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഒരിക്കൽ പുറത്തിറങ്ങിയിട്ട് ഇതുപോലെ അമ്മയോട് ചോദിച്ചു, ആരാ ഇത് എപ്പോഴും ഉണ്ടല്ലോ ഇത് മുട്ടായി കൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ കളയുന്നത്, എന്തൊരു കഷ്ടം. അപ്പൊ അമ്മ എന്റെ പൊന്നോ മറ്റേ വായനക്കൊക്കെ പിടിക്കുന്നത് അവിടെ. I think I was a little morbid as a child. എനിക്ക് ഈ ഡെത്തിന്റെ കാര്യം ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാം ഒരു ഉറുമ്പിന് ഫ്യൂണറലൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവ ക്യൂരിയസ് അബൌട്ട് ലൈക്ക് ആ പ്രോസസ് അങ്ങനെ. അപ്പോൾ അപ്പുറത്തെ മറ്റേ എവിടെയോ വീടിന്റെ പണി നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു മാർബിൾ സ്ലാബ് കൊണ്ടെന്ന് വെച്ചാൽ അതിന് ഇങ്ങനെ കല്ലറ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഡെപ്ത് വാസ് ഫാസിനേറ്റിംഗ് ടു മീ. അപ്പൊ എനിക്ക് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഓർമ്മയില്ല, പക്ഷെ അതെന്താണ് സംഭവിക്കുന്നത് അറിയാൻ ഒരു കൗതുകം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിന്റെ മറ്റേ ആ ദിവസം നോക്കിയിട്ട് അവിടെ പോയി So what happened initially was that my friends had ഒരു തത്ത ഉണ്ടായിരുന്നു. അപ്പൊ അത് it died of natural causes. അപ്പൊ അവര് അതിനെ ബറി ചെയ്തു എന്ന് പറഞ്ഞു. So we wanted to know what is this. പിന്നെ ശാന്തി ആയതുകൊണ്ട് ആക്ച്വലി ഒരു ഉറുമ്പിനെ കിട്ടിയാലും അത് പ്രായമായി മരിക്കട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യപ്പോ അല്ലാതെ ശാന്തി അതിനെ ശാന്തമാണ്. സ്കൂൾ ഡ്യൂറിംഗ് മഴ. എനിക്കൊരു 1.5 കിലോമീറ്ററോളം 2 കിലോമീറ്ററിൻ്റെ അടുത്തോളം നടത്തമാണ് സ്കൂളിലേക്കുള്ളത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ ഇത് കാസർഗോഡാണ് ആ പ്രദേശം. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന, നമ്മൾ പള്ളം എന്നൊക്കെ പറയും അതിന്, വെള്ളം കെട്ടി നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളാണ്. അപ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഒരു കാലിങ്ങനെ ചവിട്ടി തെറിപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പറന്ന് പൊങ്ങി വരും. അതിന് മറ്റേ കാലുകൊണ്ട് അടിക്കുമ്പോൾ നല്ല ശബ്ദം. ഞങ്ങൾ ഭയങ്കര സ്ഥിരമായിട്ട് ചെയ്തോണ്ടായിരുന്നു. സ്കൂളിൽ പോകുമ്പോ ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. എന്നിട്ട് എല്ലാ വെള്ളത്തിലും ചവിട്ടുക, ചവിട്ടി അങ്ങനെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടായിരുന്നത്. അത് പക്ഷെ ഈ പോകുമ്പോ അത് ചെയ്യാൻ പറ്റില്ല, എന്ന് വെച്ചാൽ മൊത്തം വരുമ്പോഴാണ് അതിന്റെ ആഘോഷം. മഴ വരുമ്പോ മാത്രമേ ആഘോഷിക്കാൻ പറ്റുള്ളൂ. പോകുമ്പോ ഭയങ്കര സീനാണ്. ഞാൻ വളർന്നത് സൗദിയിലായിരുന്നു. അപ്പൊ അവിടെ ഈ മഴ സെന്റിമെന്റ് ഇല്ല. പക്ഷെ ഒരു ദിവസം ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, എല്ലാരും റെഡി ആയിട്ടൊക്കെ. ആൻഡ് വി ഗോട്ട് ഔട്ട്, വി വർ വാക്കിംഗ് ആൻഡ് ഐ റിമെമ്പർ ഐസ് വീണു. ഇറ്റ് വാസ് എ ഹെയിൽ സ്റ്റോം സോർട്ട് ഓഫ് എ തിങ്.
അന്നത്തെ വണ്ടർ വാസ് സംതിങ് എൽസ്. ദാറ്റ്സ് മൈ സോ ഐ വാസ് തിങ്കിങ് ഇവർ ഈ മഴയത്തൊക്കെ സംസാരിക്കുമ്പോൾ വാട്ട് ഐ റിമെമ്പർ ഇസ് ദാറ്റ് വാസ് ദ മഴ ദാറ്റ് ഐ ഹവ് എക്സ്പീരിയൻസ് അന്ന് ലൈക്ക് ആസ് എ ചൈൽഡ് വെരി സ്മോൾ ചൈൽഡ്. ആ സ്കൂളിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഇങ്ങനെ ചവിട്ടി കളിച്ച് ചാടി നനഞ്ഞു വരുന്ന കുട്ടികൾ എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര അവിടെ Cleanliness എന്നിട്ട് ഭയങ്കര അലമ്പ. തിരിച്ചു വരുമ്പോ പക്ഷേ ഞങ്ങള് ഭയങ്കര അലമ്പാണ്. കോട്ടയത്ത് റബ്ബർ ബോർഡ് കേന്ദ്ര വിദ്യാലയത്തിലായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോകുമ്പോ കയറ്റോ, എന്റെ വീട്ടിൽ നടന്നിട്ട് പോവാം, 1 കിലോമീറ്ററിൽ താഴെ ഉള്ളൂ. തിരിച്ചു വരുമ്പം ഇറക്കമാണ്. അപ്പൊ ഈ വെള്ളം മൊത്തം ഇങ്ങനെ ഒഴുകി ഇറങ്ങും റോഡിന്റെ 2 സൈഡിലും കൂടെ. അതെല്ലാത്തിലും ചാടി ഇറങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നമില്ല. പിന്നെ ആദ്യത്തെ ദിവസം ഷൂ നനഞ്ഞു കഴിഞ്ഞാല് പിന്നെ പിറ്റേന്ന് മുതൽ ലെറ്ററുമായിട്ടാണല്ലോ പോകുന്നത്. സിൻസ് മൈ ബ്ലാക്ക് ഷൂസ് ആർ വെറ്റ് ഐ ആം വെയറിംഗ് സ്ലിപ്പേഴ്സ് ടുഡേ. as I am suffering സെക്കൻഡ് ഡേ മുതൽ എല്ലാരും വെള്ളത്തിലും. Purple raincoat with like spots on it. ഈ polka dots അപ്പം വലിയ ഇഷ്ടമാണ്. അപ്പോൾ it was my favorite raincoat. അപ്പോൾ മഴ വരുമ്പോൾ എന്റെ എക്സൈറ്റ്മെന്റ് അത് ഇടുക എന്നുള്ളതായിരുന്നു. പിന്നെ I remember outgrowing it also and being very sad that I didn't fit into it anymore. അപ്പോൾ മഴയായിട്ട് എനിക്ക് ഈ purple raincoat ഭയങ്കര ഈ കുന്തി മുതൽ ഇപ്പോഴും ഉണ്ടോ? ഇല്ല. ഇപ്പോഴത്തെ പിള്ളേരെ നമ്മൾ പിടിച്ചിട്ട് ചോദ്യം ചോദിച്ചാൽ ഫസ്റ്റ് തിങ് ദിവസം കളക്ടർ സാർ അവധി തരുന്നത്. നമുക്കതില്ലായിരുന്നല്ലോ. മഴ കാരണം അങ്ങനെ അവധി ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് അതൊക്കെ തുടങ്ങിയത്. ചിലപ്പോ അറിയിക്കാതെ പോലെ. അവധിയൊക്കെ തരുന്നത്. അതെ, എന്റെ അടുത്ത് പണ്ടാരോ മരം പെയ്യുന്നു പറഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ശരിക്കും വിചാരിച്ചു a childhood habit you still carry / a belief you still hold. എനിക്ക് ഇപ്പൊ തന്നെ ഞാൻ പണ്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എങ്ങാണ്ട് പഠിച്ചപ്പോ സ്കൂൾ ബസ്സിലുള്ള ഒരു കുട്ടി പറഞ്ഞു മെയിൽ വാൻ പോകുമ്പോ you should cross your fingers and make a wish because it will take the wish to whoever needs to hear it. അതിപ്പോഴും ഞാൻ whenever I see a mail van I cross my fingers and make a wish. She's the first person who has said that. I do that. There's another thing that I do. Green car കണ്ടു കഴിഞ്ഞാൽ അടുത്ത 3 മണിക്കൂർ നമ്മുടെ ലൈഫിന്റെ നല്ലതായിരിക്കും. ആണോ? ഗ്രീൻ കാർ വാങ്ങിയപ്പോ അങ്ങനെ നടക്കത്തില്ല. ഓ യാദൃശ്ചികമായിട്ട് സംഭവം. സോറി. കുഞ്ഞിലെ മുതൽ എല്ലാരും കേട്ടിട്ടുണ്ടാവും സന്ധ്യക്ക് നാഗം വേണ്ടരുത് ഇങ്ങനെ പറയുമല്ലോ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? അല്ലേ? അത് അപ്പൊ കുറച്ചാണ്ട് കഴിഞ്ഞ് ബുദ്ധിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചത് എന്തൊരു എടുത്തോ അത് അന്നത്തെ ഇരുട്ടിന്റെ വെളിച്ചം വിളക്കിന്റെ വെളിച്ചത്തൊന്നും പെട്ട അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരിക്കുമല്ലോ. പക്ഷെ ഇപ്പോഴും ഇഫ് സേ ടുമോറോ ഇസ് എ ബിഗ് ഡേ, ലൈക്ക് ഇപ്പൊ നാളെ ഷോ ആണെങ്കിൽ ലൈക്ക് 2 ദിവസം കഴിയും അങ്ങനെ ഇപ്പോഴും എൻ്റെ പക്ഷേ ഐ മീൻ നഗം ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഓഫ് ദ സെയിം സ്റ്റോറി ബിക്കോസ് എൻ്റെ ഇതേപോലെ ബസ്സിലിരിക്കുമ്പോൾ സന എന്ന് പറഞ്ഞിട്ട് മൈ ക്ലാസ്മേറ്റ് ഐ റിമെമ്പർ സെക്കൻഡ് ഗ്രേഡ് ഐ ഹാവ് ടു കട്ട് മൈ നെയിൽസ് എന്ന് പറഞ്ഞു. സോ ഷീ സെഡ് യു കട്ടിങ് യുവർ നെയിൽസ് ടുഡേ ടുമോറോ ഇസ് എൻ എക്സാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മീൻസ് നോട്ട് ഈവൻ രാത്രി കട്ട് ചെയ്യരുത് അങ്ങനെയൊന്നുമല്ല, നാളെ ഇമ്പോർട്ടൻ്റ് ഡേ ആണെങ്കിൽ ഇന്ന് കട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ then I was like ഓ അങ്ങനെ ഉണ്ട്. പിന്നെ കുറേ കാലം എടുത്തു അതൊന്ന്. ഇപ്പോൾ ഐ എം നോട്ട് ഹോൾഡിങ് ഇറ്റ്, സോ ഇറ്റ് ഡസൻറ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻ. പക്ഷേ ഐ വാസ് ഹോൾഡിങ് ദാറ്റ് ആസ് എൻ അഡൾട്ട് ഫോർ എ റിയലി ലോങ് ടൈം. ലൈക്ക് ഇഫ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഡേ ഐ വുഡ്ന്റ് കട്ട് മൈ നെയിൽസ്. കുറച്ച് റീസെൻ്റ്ലി ആണ് ഐ വാസ് ലൈക്ക് what am I doing? I think I know the logic behind the thought. എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു ചെറുതിലെ എക്സാമിന് മുമ്പ് മുടി വെട്ടില്ല, പഠിച്ചതെല്ലാം മുടിയുടെ അറ്റം വരെ ഉണ്ടെന്നുള്ളത് പോലെ അറ്റം വരെ പഠിച്ചതെല്ലാം ഉണ്ടാവുന്നുള്ളതായിരിക്കും. ഇനി ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ നഖം വെട്ടിയല്ലേ ഞാൻ. നഖം വെട്ടിയിട്ടില്ല. രാജേഷിന് എന്താണ് അങ്ങനെ കുട്ടിക്കാലം മുതലുള്ള ഒരുപാട് ഇങ്ങനെ നമ്മുടെ ചെറുപ്പത്തിലേ ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് നമുക്ക് സന്ധ്യക്ക് മറ്റേ ഈ ഉമ്രപ്പടിയിൽ ഇരിക്കാൻ പാടില്ല, പിന്നെ നഖം വെട്ടുന്നുണ്ടെങ്കിൽ വീടിന്റെ അകത്തുനിന്ന് വെട്ടി കഴിഞ്ഞാൽ വീടിന്റെ അകത്ത് പിന്നെ അലമ്പുണ്ടാവും, പ്രശ്നം ഉണ്ടാവും. പിന്നെ വാൽ നക്ഷത്രത്തിനെ കണ്ടു കഴിഞ്ഞാൽ 7 തെങ്ങിന്റെ തല ആലോചിക്കണം. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില് എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മളുടെ നിന്ന് പോയി. പക്ഷെ ഇത് കണ്ടു കഴിയുമ്പോ ആ സാധനം ഓർമ്മ വരും. ഇപ്പോഴും അന്ന് പറഞ്ഞിരുന്ന എല്ലാ സാധനവും ഇപ്പോഴും ഓർമ്മ വരും. അങ്ങോട്ടായിരിക്കുമ്പോ അത് ഓർമ്മ വരും. ഇതൊക്കെ പോലെ ഇപ്പൊ അതിൽ ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നത് മറ്റേ ചവിട്ടി കഴിഞ്ഞാൽ അത് പോകുന്നില്ല. പക്ഷേ ഈ മറ്റേ എന്തൊക്കെയോ ചെയ്യാതെ ചൂട് പിടിക്കാൻ കൂവിയാലും ചൂളൊഴിച്ചാലൊക്കെ നിർത്താൻ വരും, പാമ്പ് വരും എന്നൊക്കെ പറയാല്ലേ. Worst or naughtiest thing you did as a child? എല്ലാം നല്ല കുട്ടികളാണ്. അല്ല കൊറേ ഉണ്ട്. ഏതാ പറയാ? എന്റെ ചേച്ചി എന്നെക്കാളും ഒരു 4.25 വയസ്സ് മൂത്തതാ.
അവള് ബോർഡ് എക്സാമിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സോ അവള് നന്നായിട്ട് പഠിക്കും ആ സമയത്തൊക്കെ. അവള് പഠിച്ചുകൊണ്ടിരുന്ന് ഉറങ്ങിപ്പോയി കഴിയുമ്പോൾ ഞാൻ അവൾ അറിയാതെ ഭയങ്കര പതുക്കെ അടുക്കള വരെ ചെന്നിട്ട് അമ്മയുടെ അടുത്ത് പതുക്കെ എന്ന് പറഞ്ഞിട്ട് പതുക്കെ അവിടം വരെ കൊണ്ടുപോയിട്ട് കിടന്നുറങ്ങും. Terrible human being. Very bad. ഞാൻ ബോർഡ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് അവള് കോളേജിൽ പോയി. Pathetic. Very bad. ഞാൻ ഭയങ്കര സീനായിരുന്നു. ഏത് പറഞ്ഞാലും പ്രശ്നമാണ്. അതിൽ ഏത് ചെറിയ സാധനം പറഞ്ഞാലും പ്രശ്നമാണ്. ഇതൊന്നും കുട്ടികൾ കാണുന്നത് ഭയങ്കര മോശമാണ്, ഇതൊന്നും ചെയ്തത്. പക്ഷെ ഞാൻ ചെറുതായിരുന്നപ്പോഴേ മിഠായി ഷോപ്പ് ലിഫ്റ്റ് ചെയ്തത് ഭയങ്കര ചെറുതായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇല്ല ജാക്കറ്റ് ഒക്കെ. അപ്പോൾ മൈ സിസ്റ്റർ വാസ് ദ ഹെഡ്, സോ ഷീ യൂസ് ടു ഡിസൈഡ് എത്ര പോക്കറ്റ് ഉണ്ട്. ആൻഡ് വി ആർ ലൈക്ക് റിയലി സ്മോൾ, വെരി സ്മോൾ, ലൈക്ക് മറ്റേ ചെറിയ പിള്ളേരാണ്. അപ്പോൾ ഷീ യൂസ് ടു ചെക്ക് എത്ര പോക്കറ്റ് ഉണ്ട്. ഓക്കെ. എന്നിട്ട് 4 പേരും നമ്മളിങ്ങനെ പോയിട്ട്, ആൻഡ് വി വർ ഇൻ സൗദി. അപ്പോൾ നമ്മളെ പിടിച്ചാൽ ഞങ്ങളുടെ പേരൻസിൻ്റെ കൈ വെട്ടിക്കളയും, അങ്ങനെ എന്തൊക്കെയാണ് പണിഷ്മെന്റ്. അപ്പോൾ ഇറ്റ് വാസ് എ ഗ്രേവ് തിങ്. ഡു നോട്ട് ഡു ഇറ്റ് കിഡ്സ്. ദർശനം ഈ നടി എന്താ ചെയ്തത്? പക്ഷേ ചെറുപ്പത്തിൽ ചെയ്തത് എന്താ? this is like a secret that we've kept forever, that we used to do this. We've done it quite often. And what was the reaction from the parents? They were just like, ചത്തുപോയതാ ഞങ്ങൾ, നല്ലത് കേട്ടോ. ഫിൽറ്റർ ചെയ്യരുത്. ഇല്ല ഫിൽറ്റർ ചെയ്യുന്നില്ല. ഞാൻ എന്നാ വെച്ചാൽ അത് എൻ്റെ വീട്ടിൽ പോലും അറിയാത്തൊരു കാര്യമാണത്. അത് ഞങ്ങൾക്ക് ഈ കല്ലുവെട്ട് അങ്ങനത്തെ പാറയാണ് നമ്മുടെ നാട്ടിലുള്ള കൂടുതൽ സ്ഥലങ്ങൾ. അപ്പം ഇതിനെ വെട്ടി ഇങ്ങനെ കുഴിച്ച് നമ്മൾ മറ്റേ ഒരു എന്താ പിന്നെ പൂജിക്കാനൊക്കെ പറ്റുന്ന ഒരു പിന്നെ വിളക്കൊക്കെ കത്തിച്ച് വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലമാക്കി ഞങ്ങളിങ്ങനെ വെട്ടി അങ്ങനെ ഉണ്ടാക്കി വെക്കും. അത് അവിടുത്തെ ഒരു പൊതുശീല. അങ്ങനെ ഒരു പിന്നെ ഉച്ചക്ക് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് പിന്നെ അവിടെ പൂജ നടത്താൻ വേണ്ടിയിട്ട് പോകാമെന്ന് ഞങ്ങളെല്ലാവരും തീരുമാനിക്കുകയും ഞാൻ ഈ പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് പോവുകയും അവിടെ തീപ്പെട്ടി വെച്ച് കത്തിച്ച് കഴിഞ്ഞപ്പോൾ അത് മൊത്തം കത്തി പറഞ്ഞു. അത് വലിയൊരു ഐശ്വര്യം തന്നെ. എന്നിട്ട് പിന്നെ എന്റെ നേതൃത്വത്തിലാണെന്നുണ്ടെങ്കിലും അവനാണ് തീപ്പെട്ടി വരച്ചെന്നുള്ളതുകൊണ്ട് അവന്റെ പേരിലാണ് കഥ പറഞ്ഞ് പരത്തിയത്. അച്ഛാമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് SK ആണ്. ഇവൻ SK.